മാങ്ങ കഴിക്കുമ്പോൾ അതിന്റെ അണ്ടിയും കൂടെ എന്തായാലും കഴിക്കാൻ പറ്റില്ല. അത് കളഞ്ഞേ പറ്റുള്ളൂ. ഞാനൊരു 5-6 കവർ എടുത്ത് അവിടെ വെക്കും. ഇവര് വരുമ്പോ കൊടുക്കും, പൈസയും കൊടുക്കും, ബാക്കി ഞാൻ കൊണ്ടിട്ട് കത്തിക്കും. കവറുകളെല്ലാം കഴുകി കൊടുക്കണം എന്നാണ് പറയുന്നത്. അത്രത്തോളം കഴുകി വൃത്തിയാക്കി കൊടുക്കാനാണ് പിന്നെ ഇവരുടെ എന്തിനാ കൊടുക്കുന്നത്. മാങ്ങ കഴിക്കുമ്പോൾ അതിന്റെ അണ്ടിയും കൂടെ എന്തായാലും കഴിക്കാൻ പറ്റില്ല. അത് കളഞ്ഞേ പറ്റുള്ളൂ. അപ്പുറത്തെ വീട്ടിലെ ആരുടെയും പറമ്പിലിട്ടില്ല, റോഡിലിട്ടില്ല, അത് പേപ്പറിൽ പൊതിഞ്ഞ് ഭദ്രമായിട്ട് കായലിലാണ് ഇട്ടത്. ആൻഡ് ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഇത്രയും നാളും കഴിച്ച മാങ്ങയുടെ അണ്ടി മൊത്തം ഒന്നെങ്കിൽ കുഴിച്ചിടുകയായിരുന്നു, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് എവിടെയാണോ ഡംപ് ചെയ്യേണ്ടത് അവിടെ പോയി കൊണ്ടുപോയി ഡംപ് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇത് കായലിൽ നിക്ഷേപിച്ചത്. പൊന്നു ചേട്ടാ, ചേട്ടനാണെങ്കിലും ചേട്ടന്റെ ഭാര്യയാണെങ്കിലും ജോലിക്കാരിയാണെങ്കിലും ആരാണെങ്കിലും ആ ചെയ്തത് തെറ്റാണ്. അത് ചേട്ടൻ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു, ചേട്ടൻ അതിന് പിഴ അടയ്ക്കുകയും ചെയ്തു. അതിപ്പോ മാങ്ങാണ്ടിയാണോ മറ്റെന്തെങ്കിലും കാര്യമാണോ എന്ന് നമുക്കറിയില്ല. നോർമലി നമ്മൾ എവിടെയെങ്കിലും ഒരു വേസ്റ്റ് എറിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആണ്. നമ്മൾ നമ്മുടെ പറമ്പിന്റെ ഏതെങ്കിലും ഒരു വശത്തോ ഫുഡിന്റെ വേസ്റ്റോ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അവിടോട്ട് ഇടുകയാണെങ്കിൽ അത് നമ്മൾ നോർമലി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് എപ്പോഴും നമ്മുടെ കൈ പോകുന്നത്. അത് ഫസ്റ്റ് ടൈം ആണ്. ആൻഡ് ആ ഫസ്റ്റ് ടൈം തന്നെ അത് ക്യാപ്ചർ ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ അത്ര വിശ്വാസ്യതയില്ല. പക്ഷെ സ്റ്റിൽ പുള്ളി അത് അംഗീകരിച്ചു. പുള്ളി അതിന്റെ പൈസ കൊടുത്തു. പുള്ളി അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല, പൈസ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് പുള്ളി അഡ്മിറ്റ് ചെയ്തു, തെറ്റാണോ എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തു. പക്ഷെ സ്റ്റിൽ പുള്ളി പറഞ്ഞൊരു കാര്യം വളരെ റിലവന്റ് ആണ്. കാരണം ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംഭവം ഡംപ് ചെയ്തപ്പോ തന്നെ 25,000 രൂപ ഫൈൻ അടിച്ചെങ്കിൽ എത്രയോ ടൺ കണക്കിന് മാലിന്യങ്ങൾ എവിടെന്നെല്ലാം കൊണ്ട് എവിടെല്ലാം ഡംപ് ചെയ്യുന്നു. ഈവൻ സെപ്റ്റ് ടാങ്കിലെ വേസ്റ്റ് വരെ പലയിടത്തും കൊണ്ട് ഡംപ് ചെയ്യുന്നു. അതിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു ചെക്കിങ്ങോ കണ്ടുപിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഫൈൻ അടിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പേടിച്ചിട്ടാണെങ്കിലും ഒരാളും അത് ചെയ്യാൻ ഒന്ന് പേടിക്കും. ചെയ്യുന്നുണ്ട്, പക്ഷെ പേടിക്കും. അങ്ങനെ തന്നെ ഈ വേസ്റ്റ് ഡംപിങ് കുറച്ച് കുറഞ്ഞു വരും. ഹരിതകർമ്മസേന മാസം വീടുകളിൽ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു നല്ല ഇനീഷ്യേറ്റീവ് ആണ്, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുറച്ചും കൂടെ ഒക്കെ ഒരു വ്യക്തമായ ക്ലാരിറ്റിയും നല്ല രീതിയിൽ അതിന്റെ ഗൈഡ് ലൈൻസ് പൊതുജനങ്ങളിലേക്ക് എത്താനുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. ഗ്ലാസസ് പൊട്ടിയത്, തുണി കീറിയ തുണികള്, പാമ്പേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഇവർ കളക്ട് ചെയ്യുന്നത്, ആൻഡ് ഏതൊക്കെ മാസമാണ് ഓരോന്നും കളക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായ ഒരു ധാരണ പലർക്കും ഇല്ല. വളരെ ചിലയിടത്ത് മാത്രം വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഓരോ വാർഡിലും. അപ്പൊ അവർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, ഈ മാസം കളക്ട് ചെയ്യുന്നത് ഇന്നതായിരിക്കും എന്നൊക്കെ. പക്ഷെ അത് എത്രയിടത്ത് കൃത്യമായി നടക്കുന്നുണ്ട്, എത്ര പേർക്ക് ഇതിനെപ്പറ്റി കൃത്യമായി അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ വക കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവണം. ഇപ്പൊ ഒരു മാസം ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത് 60 റുപ്പീസ് ആണ്. ഈ 60 റുപ്പീസിന് ഇത്ര കിലോ മാത്രമേ പാടുള്ളൂ എന്നുണ്ട്. അതിൽ കൂടുതലാകുകയാണെങ്കിൽ ഓരോ കിലോയ്ക്കും എക്സ്ട്രാ ആണ് ചാർജസ്. അപ്പൊ അത് ഏതൊക്കെ സാധനങ്ങളാണ്, പ്ലാസ്റ്റിക് മാത്രമാണോ അതോ മറ്റ് സാധനങ്ങളാണെങ്കിലും അത് കളക്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്നതിന് ഇത്ര രൂപയാണോ, നോർമൽ എത്ര കിലോ വരെ കളക്ട് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് ഏതൊക്കെ മാസം ഏതൊക്കെ കളക്ട് ചെയ്യും എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ആളുകൾ കുറച്ചും കൂടെ ഒക്കെ ഹരിതകർമ്മസേനയെ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യും, വീടുകളിൽ തന്നെ സാധനം വെച്ചിട്ട് ഇവർക്ക് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ചില ആൾക്കാരുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ സർവീസോ ക്ലാരിറ്റിയോ ഗൈഡ് ലൈൻസോ എന്തൊക്കെ കൊടുത്താലും അവരിതൊന്നും ചെയ്യത്തില്ല. അവര് നോർമൽ രീതിയിൽ കൊണ്ടിട്ട് കത്തിക്കും. എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്, ഹരിതകർമ്മസേന വരുമ്പോ ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചായത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം സാധിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു 5-6 കവർ എടുത്ത് അവിടെ വെക്കും, ഇവര് വരുമ്പോ കൊടുക്കും, പൈസയും കൊടുക്കും, ബാക്കി ഞാൻ കൊണ്ടിട്ട് കത്തിക്കുന്നു. അപ്പൊ ഈ കത്തിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്, അത് കത്തിക്കാൻ പാടില്ല, അത് നമ്മുടെ നേച്ചറിനെ ബാധിക്കുന്നത് കൊണ്ടൊക്കെ കൂടെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഹരിതകർമ്മസേന ഏറ്റെടുത്തതും ചെയ്യുന്നതും ഒക്കെ. പക്ഷെ അത് എത്ര അവയർനെസ് കൊടുത്താലും ചില ആൾക്കാരുടെ തലയിൽ കയറത്തില്ല. അവർക്കത് കല്ലി ഞങ്ങൾ ഇത്ര നാളും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പൊ ഇനി ഇത് തന്നെ ഞങ്ങൾ ചെയ്യത്തുള്ളൂ, ഇവരൊക്കെ ആരാ ഇപ്പൊ പുതിയ കുറെ കണ്ടുപിടുത്തായിട്ട് വന്നിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സർവീസുകൾ വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊരു പ്രോപ്പർ ക്ലാരിറ്റി കൊടുക്കണം. ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ സർവീസ് ആണ്. അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനിക്കാതെ പല ആൾക്കാരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ പറയും കവറുകളെല്ലാം കഴുകി കൊടുക്കണം എന്നാണ് പറയുന്നത്. അത്രത്തോളം കഴുകി വൃത്തിയാക്കി കൊടുക്കാനാണ് പിന്നെ ഇവരുടെ എന്തിനാ കൊടുക്കുന്നതെന്നൊക്കെ. അങ്ങനെയല്ല, അവർ ഒരു അൺഹൈജീനിക് സിറ്റുവേഷനിൽ ഇരുന്ന് ജോലി ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ വാങ്ങിക്കുന്ന മീന്, ഇറച്ചി, പാല്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കവറുകളൊക്കെ 2 ദിവസം തന്നെ നമ്മൾ കഴുകാതെ അവിടെ എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നാറ്റമായിരിക്കും. നമ്മൾ പോലും കൈ കൊണ്ട് ഇങ്ങനല്ലാതെ അത് തൊടൂല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് കഴുകാതൊക്കെ അവിടെ ഇട്ടിട്ട് ഇത് ഇവര് കൊണ്ടുപോകണം, എന്നിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടോ ഇത് ഇവരെല്ലാം സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് അയക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പൊ ആ വർക്ക് എല്ലാം അവർ ഈ നാറ്റത്തിനകത്തും ഈ വൃത്തികേടിനകത്തും ഇരുന്ന് ചെയ്യണം എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അപ്പൊ അവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്.
അതുപോലെ തന്നെ തിരിച്ച് വീട്ടുകാരോടും മിസ്ബിഹേവ് ചെയ്യുന്ന ചില ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. ഇപ്പൊ വീട്ടുകാരൊക്കെ ആണെങ്കിൽ ചിലപ്പം കുറെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഇത്രയും കൊണ്ടുപോകാൻ പറ്റില്ല, ഇത്രയും പൈസ എക്സ്ട്രാ വേണം, കഴിഞ്ഞ മാസത്തെയും കൂടെ വേണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. അപ്പൊ അവര് അതിന്റെ അതെന്തിനാ ഞങ്ങൾ തരേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ അത് അവരെ കൃത്യമായിട്ട് അതിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ ചിലപ്പം തിരിച്ചവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് വലിയൊരു ഇഷ്യൂ ആക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വളരെ മോശമാണ് തിരിച്ചു ചെയ്യുന്നതും. പക്ഷെ ഈ സെയിം ടൈം ഇവര് പറയുന്ന കാര്യം അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്നതാണെന്ന് നമ്മൾ അവര് കൃത്യമായി നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തരുവാണെങ്കിൽ അത് മനസ്സിലാക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അപ്പൊ ഹരിതകർമ്മസേന ചെയ്യുന്നത് ഒരു നല്ല സർവീസ് ആണ്. അതിനെ എല്ലാ രീതിയിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. നല്ല രീതിയിൽ ആ സർവീസ് ആൾക്കാർക്ക് ക്ലാരിറ്റിയോടുകൂടി നല്ല പ്രോപ്പർ ഗൈഡ് ലൈൻസോടുകൂടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹരിതകർമ്മസേനയ്ക്കും സാധിക്കണം.